നമസ്കാരം. ഞങ്ങൾ ശിരൂരിൽ ഒരാൾ പോലും സഹായത്തിനില്ലാത്തൊരു സമയത്ത് നമ്മളെ സഹായിക്കാൻ ആരാ ഉണ്ടാവുക എന്ന് പറഞ്ഞിങ്ങനെ ബേജാറായി നിൽക്കുന്ന ഒരു സമയത്താണ് ഒരു സുമോ വണ്ടി വരുന്നത്. മലാക്ക നമ്മള് കോഴിക്കോട് നിന്ന് വരികയാണ്. നിങ്ങൾ എവിടെ ഉള്ളത് ലൊക്കേഷൻ ഒന്ന് അയച്ചു തരുമോ? എവിടെ നിന്ന് നമ്പർ കിട്ടിയതാണ്. അപ്പൊ നമ്മളെ ഫാസ്കാരി ഷാജാൻകാരിക്കും ടീമിൽ ഒരു സുമോല് വരിക. ആ വരുന്നതിന്റെ ഒരു ദിവസം മുന്നേ രഞ്ജിത്ത് ഇസ്രായേലും കൃഷ്ണേട്ടനും കൂടി അവിടെ രണ്ടാൾക്കാർ ആദ്യമായിട്ട് അവിടെ വരുന്നു. ഇവർക്ക് മാത്രം 10,000 ലോഡ് മണ്ണുള്ള സ്ഥലത്ത് ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കില്ല. വേറെ ഇത്രയും ദിവസമായിട്ട് ആരും വന്നില്ല എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ ഒരു സുമോ വരുന്നത്. അങ്ങോട്ടേക്ക് വന്ന് ആ സുമോ നിറച്ചും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റുക? അപ്പൊ എന്നോട് പറഞ്ഞ മറുപടി എന്തൊന്നും റെഡിയാണ്. മണ്ണ് മാന്താനാണെങ്കിൽ അതിനും റെഡിയാണ്, വെള്ളത്തിൽ ചാടാനാണെങ്കിൽ അതിനും റെഡിയാണ്, ഇനി ചോറോ ചായ ഉണ്ടാക്കാനോ കൊണ്ടേ കൊടുക്കാനോ എന്തിനും റെഡിയാണ്. ഒരു പരാതിയോ ഒരു പരിഭവം ഇല്ലാതെ കുറച്ച് ദിവസങ്ങൾ നമ്മളെ കൂടെ എല്ലാ കാര്യത്തിലും നിന്ന്. എനിക്ക് ചില സമയത്ത് ഇങ്ങനെ പറയും, ബേജാറാണ്, ഈ പണി പറയാൻ പറ്റുമോ പറ്റൂല എന്നവരോട്. പക്ഷെ അതൊക്കെ എപ്പോഴും പറയും, എല്ലാ പണിയും കൂടി പറഞ്ഞാൽ മതി, എന്നിട്ട് മാറി ഇനി കുറച്ച് ദിവസം നമ്മൾ നോക്കാറ്. അപ്പൊ ഇതൊക്കെ വലിയൊരു ഹൃദയത്തിന്റെ ഉടമകളാണ് ഈ ആളുകൾ. എന്തോ അത് ആ ദൗത്യത്തിന്റെ സമയത്തായിക്കോട്ടെ, അതിന്റെ ഇടയിൽ ചില പ്രശ്നങ്ങൾ കാരണം ഇവർക്ക് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടും ഇവർ നിർത്തുന്നില്ല. നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാ ആവശ്യങ്ങൾക്കും ഇവിടെ ഇരുന്ന് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും തന്ന് ലാസ്റ്റ് ഘട്ടത്തിൽ പോലും എല്ലാവരും റെഡിയായി അങ്ങോട്ട് വരാൻ. ഞാൻ പറഞ്ഞതാണ്, കാരണം എല്ലാവരും പല പ്രാരാബ്ധമുള്ള മനുഷ്യന്മാരാണ്. അവിടെ വന്നിട്ട് ആ ദൗത്യത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ദിവസങ്ങൾ ഇങ്ങനെ പോകും. എന്നിട്ടും വരാൻ തയ്യാറായി ഇത്ര വലിയ ഹൃദയവിശാലതയുള്ള മനുഷ്യന്മാർ നമ്മളെ കമ്മിറ്റിയാണ്. നമ്മളാണ് ആ ഗ്രൂപ്പിൽ തീരുമാനിക്കില്ല എന്തൊക്കെയാണ് അടുത്ത ഘട്ടം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഒരു കൂട്ടായ പ്രവൃത്തിയാണ് ശിരൂർ ദൗത്യത്തിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അർഹതപ്പെട്ട ആളുകൾ അതിന് നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇന്നത്തെ ഹൃദയം തൊട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളെപ്പോലത്തെ ആളുകളാണ് ഒരു പ്രയാസപ്പെട്ട മനുഷ്യന് താങ്ങും തല്ലായി നിന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളിൽ ഒരാളായി ഈ പരിപാടിയിൽ നേരത്തെ എത്തേണ്ടതിനും എത്താൻ കുറച്ച് പ്രയാസപ്പെട്ട് പോയതിനോടാണ് സോറി പറയാമോ. പിന്നെ ഇതിവിടെ വെച്ച് തീരില്ല, നമ്മൾ തുടങ്ങുക. നമ്മൾ ഈ തുടക്കം എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും ടോപ്പ് പരിപാടിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നസ്ര ഗ്രൂപ്പ് ബാക്കി അനുബന്ധ ഏതൊക്കെ സംഘടനകൾ അവിടെ വന്നോ ഓരെല്ലാവരും യോജിപ്പിച്ചിട്ട് ഇപ്പം കേരളത്തിൽ മാത്രമേ ഉള്ളൂ റെസ്ക്യൂ എന്ന് പറഞ്ഞിട്ടൊരു പ്രൈവറ്റ് ടീമുകൾ ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങാതെ ദുരന്തമുഖങ്ങളിൽ ഊണും ഉറപ്പും ഒഴിച്ച് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു സംസ്കാരം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റൊരു സ്റ്റേറ്റിലും ഈ സംസ്കാരമില്ല. നമുക്ക് ഈ സംസ്കാരം ഇന്ത്യ മൊത്തത്തിൽ വ്യാപിപ്പിക്കണം. അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ആളുകളിൽ ഒരാളാണ് നസ്ര. നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണ്. അതിന് നിങ്ങളെല്ലാവരും സഹകരണം ഉണ്ടാവണം. പിന്നെ സമയം ഇവിടെ കൂടുതൽ നേരം ചെയ്യുന്നുണ്ട്, ഞാൻ കൂടുതലൊന്നും പറയില്ല. ഞാനൊരു എന്താ പറയാ 1.5 പരിപാടി ഞാൻ ഉദ്ഘാടനം കഴിച്ചതായി പ്രഖ്യാപിച്ചു. പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മനാഫ്ക അവർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ട് സംസാരിച്ച നമ്മുടെ പ്രിയപ്പെട്ട നസ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഷാജഹാൻ മേഡം. അതേപോലെ തന്നെ നിരവധി റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ മനുഷ്യജീവനങ്ങൾ പലയിടത്തും കുടുങ്ങി കിടക്കുന്ന സാഹചര്യത്തിൽ ആ മലമുകളിൽ നിന്നും അതുപോലെ തന്നെ വെള്ളത്തിൽ നിന്നും ഒക്കെ തന്നെ ജീവനോട് രക്ഷിച്ച് നമുക്ക് മുമ്പിൽ മാതൃകയായിട്ടുള്ള ബഹുമാനപ്പെട്ട രഞ്ജിത്ത് ഇസ്രായേൽ അവർക്ക്, അതേപോലെ തന്നെ നമ്മുടെ ഗസ്റ്റായിട്ടുള്ള കൃഷ്ണദാസേട്ടൻ, പിന്നെ നമ്മുടെ നസ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സെക്രട്ടറി, അതേപോലെ തന്നെ നമുക്ക് ആദരിക്കൽ ചടങ്ങുമായിട്ട് നമ്മുടെ ഗസ്റ്റായിട്ടുള്ള കൂരാച്ചന്റെ ടീം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്റ്റെഫി ജോസഫ്, പിന്നെ നമ്മുടെ അനീഷ് ഭായി, ഇവരൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്യണം. കൂടുതൽ നീട്ടിപ്പറ്റി കൊണ്ടുവരാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോ നസ്രനെ പരിചയപ്പെടുത്താൻ അപ്പോ ശിരൂരിൽ ഞങ്ങളും പോയി. അങ്ങനെ പറയാം, നേരത്തെ മുമ്പിൽ പറഞ്ഞല്ലോ, ഒരു പിന്നെ വാന് വന്നതായിട്ട് ഇങ്ങനെ നിർത്തി
അതായത് 4 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മലയാളികൾ ഈ ഒരു വിഷയം അറിയുന്നത്. ശിരൂരി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അത് മണ്ണിടിച്ചിൽപ്പെട്ടിട്ട് നമ്മുടെ ഒരു ലോറി ഡ്രൈവറായിട്ടുള്ള ഒരു മലയാളി ചെറുപ്പക്കാരൻ അതിനകത്ത് കുടുങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതും പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടുണ്ട്. ആ മണ്ണിനടിയിൽ വണ്ടി ഉണ്ട് എന്ന് ഭാരത് ബസിന്റെ കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മൊബൈൽ റിംഗ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അതിനൊക്കെക്കാൾ ഉപരിയായിട്ട് ആ ഒരു ആൾ അതിൽ കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു ആഴ്ചക്കാലം അല്ലെങ്കിൽ 4 ദിവസത്തോളം അതിന് മുകളിലോ ഭക്ഷണവും വെള്ളം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളും അതിനുള്ള വായു സഞ്ചാരങ്ങളും ആ വാഹനത്തിന് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി കേട്ട സമയത്ത് തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സൊന്ന് പകരി. 4 ദിവസമായിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ഈ വിഷയം അറിഞ്ഞ സമയത്ത് ഇദ്ദേഹം മനാഫ്, ലോറിയുടെ മനാഫ് എന്നുള്ള ആ ഒരു നാമധേയത്തോടു കൂടി അദ്ദേഹം ശിരൂരിലെത്തുകയും പത്രമാധ്യമങ്ങളെ വിളിച്ചു വരുത്തുകയും പത്രമാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ 4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വാർത്ത അറിയുന്നത്. അവിടുത്തെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയായിരുന്നു. നമ്മളവിടെ പോയപ്പോൾ കണ്ട സാഹചര്യമാണ്. അതായത് ഒരു 4 ലൈൻ ലൈനാണ്, അതിന്റെ മുകളിൽ മണ്ണിടിഞ്ഞു വീണിട്ട് പോലെ അവിടെ റോഡ് ക്ലിയർ ചെയ്യാണ്, ഗതാഗതം പുനഃസ്ഥാപിക്കുകയാണ്. മണ്ണിനടിയിൽ എത്ര ആൾ പോയിട്ടുണ്ട്, മണ്ണിനടിയിൽ എന്തൊക്കെ കുടി കഴിക്കുന്നുണ്ട്, അതൊന്നും അവർക്ക് വിഷയമല്ല. നമ്മളെ കേരളം വിട്ട ഇതാ അവസ്ഥ. നമ്മളെ കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവസ്ഥ. അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ പുഴയിലേക്കായി മാറി, ഞങ്ങൾക്ക് അവിടുന്ന് വിലക്കായി, യാതൊരു വിധത്തിലും അങ്ങനെ പ്രവേശനമില്ലാതെ ഞങ്ങൾ അവിടെ പുറത്താക്കി, ഇങ്ങനെ തുടങ്ങിയുള്ള കുറെ വിഷയങ്ങളൊക്കെ. അപ്പൊ ഞാനത് തന്നെ വഹിക്കുന്നു. കാരണം എന്താ വെച്ചാൽ അത് പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് പോകാനായിട്ട്. അപ്പോ തൽക്കാലം എന്നെ വിളിച്ചിട്ടുള്ളത് നെസ്രനെ കുറിച്ച് പറഞ്ഞില്ല. അതായത് ഒരു വലിയ ജലപ്രവാഹം. അന്ന് ഞാനൊക്കെ പറയുന്നത് നെസ്രാന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പക്ഷേ എന്തിനൊന്നുമില്ല, വെറുതെ കുറച്ച് ആൾക്കാർ ഈ ഒരു പാട്ടൊക്കെ പാടും, അത് തന്നെ പരിപാടി. അന്ന് ഒരാൾ അതിൽ വന്ന് ചോദിച്ചു, അല്ല കേരളത്തിൽ വന്നൊരു വെള്ളപ്പൊക്കവും കാര്യങ്ങളും നമ്മൾ ഇതിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ലേ, ആ ഗ്രൂപ്പിലൂടെ ആർക്കെങ്കിലും എന്തൊരു സഹായം സേവ് കേരള എന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അഡ്മിന്മാർ. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് പബ്ലിഷ് ചെയ്തപ്പോൾ അതിലേക്ക് ഒരുപാട് ആളുകൾ കയറി ഇറങ്ങുന്നുണ്ട്. പക്ഷേ പെട്ടോ ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കി എത്താൻ ചെയ്യാൻ പറ്റുന്നില്ല, കുടിയില്ലേ. രണ്ടാമത്തെ വോയിസ് അതിൽ വരുന്നത് പെരുമ്പാവൂരുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് അയാൾ പറയുകയാണ്, താത്താ നിങ്ങളുടെ നമ്പർ അതല്ലെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ ഒന്ന് ട്രേസ് ചെയ്ത് ഗ്രൂപ്പിലേക്ക് ഇടുമോ, ഞാനിപ്പോ തീരുമാനം എടുത്തില്ല. ലൊക്കേഷൻ വന്നു 5 മിനിറ്റിനുള്ളിൽ അതേ പോലീസുകാരന് റിപ്ലൈ. അവരെ നമ്മൾ പ്രത്യക്ഷത്തിൽ കൊണ്ടുവരണം, അതല്ലെങ്കിൽ അവരെ കാണിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി. അതിന് പ്രത്യേകമായിട്ട് തുടക്കം മുതൽ ഉണ്ടായിരുന്ന ഒരു ടീമാണ് ഇറങ്ങി പ്രവർത്തിച്ച ആദ്യ ടീം തന്നെയാണ് ഈ കൂരാച്ചുണ്ടി. ഒരുപാട് വേദികൾ, നമ്മുടെ സ്വീകരണങ്ങളും മറ്റുള്ളതും ഒരുപാട് വേദികളൊക്കെ കണ്ടു. എവിടെയും ഞാൻ ഇവരൊന്നും ഒരു പ്രത്യക്ഷം കണ്ടിട്ടില്ല. ഒരു ആഫ്രിക്ക പ്രതിനിധി ഒരു പാർട്ടി നേതാവില്ല, ഒരു പ്രമുഖനില്ല, ഒരു സിനിമാ നടനില്ല, ഒരു സ്പോർട്സ് താരമില്ല. ഒരു പാവപ്പെട്ട കുറെ ആളുകൾ അവർ തന്നാലായ തന്നാലായ വീട്ടിൽ സാധാരണക്കാർക്ക് ഇതിനൊക്കെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സമൂഹത്തിൽ ചെയ്യിച്ചു.
നമ്മുടെ അടുത്ത് ഇതിൻ്റെ സംഗമവേദിയിൽ നിന്ന് സൂ സന്ദർശനാട്ടോ. എല്ലാവരും സൂ സന്ദർശിക്കുന്നത്. ഒരു കുതിര നോക്കിക്കുന്നു. ഇതാണ് നമ്മളെ ഗസ്റ്റ് രഞ്ജിത്ത് സ്രായി. നമസ്കാരം. സൂ സന്ദർശനത്തിലെ സെക്രട്ടറിക്കുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ സൂ നമ്മളെ സൂകളിലേക്ക് മണ്ണും പ്രകൃതിയും സകല ജീവജാലങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. സൂ സന്ദർശിച്ചു വരുന്ന ആൾക്കാരല്ലേ? എങ്ങനെയുണ്ട് സൂ? ഡോക്ടറും ഭാര്യയും കൂടി വരുന്നത് ഉമ്മാണ്. ഡോക്ടറിന്റെ ഉമ്മ. കുട്ടിക്കളി മാറാത്ത ഷെറീന. അല്ല സജന. അടുത്ത് ഇവിടെ എന്നാ ഓസ്ട്രിച്ചിനെ കാണാൻ പറ്റും. ഇത് എമ്മു അല്ലേ? ഓസ്ട്രിച്ചല്ലിട്ടത് എമ്മാണ്. എമ്മു തള്ളല് ചെറിയനല്ല തള്ളല് 20 എമ്മു ഉണ്ടായിരുന്നു പറഞ്ഞത്. അത്രത്ത് ചോദിച്ചു തെളിവ് വേണം. എന്തിനും തെളിവാണ്. അല്ലേ എമ്മു? യമുവിന്റെ വീട്ടിൽ വേറെ നസറിന്റെ ജയിച്ചിട്ടില്ല യമു. തൊട്ട് കളിക്കണ്ട. കൊറേ കുതിരകളുണ്ടാ. അപ്പൊ ഞങ്ങള് അതാണ് ഒട്ടകപ്പക്ഷി. അതേ വർഗത്തിന് അതിന്റെ സ്വഭാവം അറിയുന്നു. അതൊക്കെ ഇല്ല. കൊണ്ടുപോയി